ദൈവ തിരുമുൻപാകെ അവൻ പ്രിയങ്കരനായി തീരുകയായിരുന്നു. സാവൂളിന്റെ ജീവിതത്തിലുണ്ടായ ദുരന്തത്തിൽ നിന്ന് തന്നെയാണ് ദാവീദ് ഇത് പഠിച്ചത്, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ജീവിത മനോഭാവത്തിന്റെ പാഠം ഉൾക്കൊണ്ടത്. സാവൂൾ ദൈവത്തിനു മുൻപാകെ അനുസരണക്കേടിന്റെ പാപം 2 തവണ ആവർത്തിച്ച് ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോയപ്പോൾ, അവനിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റപ്പെട്ടപ്പോൾ, അവന്റെ ഉള്ളിൽ പ്രവേശിച്ച ദുഷ്ടാരൂപിയിൽ നിന്നും അതിന്റെ പീഡനത്തിൽ നിന്നും ആശ്വാസം നൽകുവാൻ വേണ്ടി ദൈവികമായ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവനെ ആശ്വസിപ്പിച്ചിരുന്നത് ദാവീദായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവീദ് താൻ വീണുപോയ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ മനസ്സ് കാണിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ അനുതാപത്തിന്റെ ഒരു ജീവിതമാക്കുകയായിരുന്നു. നിലത്ത് കിടന്നുറങ്ങി അനുതാപത്തോടെ കരഞ്ഞ് വസ്ത്രം ധരിക്കാതെ ചാരത്തിൽ ജീവിച്ച ദാവീദ് അനുതാപത്തിന്റെ ഒരു ഉദാത്ത മാതൃകയായിരുന്നു. ദാവീദിന്റെ ആ അനുതാപം ദൈവത്തിനു മുൻപാകെ എന്നും പ്രീതികരമായി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ദാവീദിന്റെ ആ അനുതാപം നിയമം പാലിക്കുവാനും കൽപ്പന പാലിക്കുവാനും ദൈവത്തിനു മുൻപാകെ പ്രീതിയോടെ ജീവിക്കുവാനും ഇടയാക്കിയതിന്റെ യോഗ്യതകളൊക്കെ പറയുന്നുണ്ട്. ആ യോഗ്യതകളാൽ യൂദ രാജ്യം നശിപ്പിക്കപ്പെടാതിരുന്നതിനെ കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും ഓർക്കണം, ദാവീദിന്റെ അനുതാപം യൂദ രാജ്യത്തെ നിലനിർത്താൻ കാരണമായി. ദാവീദിന്റെ തലമുറകളെ മുഴുവനും നിലനിർത്തുന്നതിനും നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും കാരണമായി. ഹെസക്കിയ എന്ന യൂദ രാജാവിന് ദാവീദിന്റെ അനുതാപത്തിന്റെയും ജീവിതയോഗ്യതയുടെയും പേരിൽ 15 വർഷത്തോളം ആയുസ് നീട്ടിക്കൊടുക്കുവാൻ ദൈവം തിരുമനസ്സായി. നാം ഓരോരുത്തരും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഹെസക്കിയയുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ട യെശയ്യായിലൂടെ അവന് 15 വർഷം ആയുസ് നീട്ടിക്കൊടുക്കുവാൻ ദൈവം തിരുമനസ്സായതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട്. ദാവീദിന്റെ ഈ മനോഭാവം, അനുതാപത്തിന്റെ മനോഭാവം, അത് ദാവീദിനെ മഹാനാക്കിയെങ്കിൽ, ദൈവത്തിനു മുൻപാകെ ഏറ്റവും പ്രിയങ്കരനാക്കിയെങ്കിൽ, എന്റെ ജീവിതത്തിലും ഞാൻ സ്വീകരിക്കേണ്ടത് ഇതേ മനോഭാവം തന്നെയല്ലേ? അനുതാപത്തിന്റെ മനോഭാവം, പാപം ഏറ്റുപറയാനുള്ള സന്നദ്ധത, എന്റെ കുറവുകൾ ദൈവത്തിനു മുൻപാകെ ഏറ്റുപറയുവാനുള്ള സന്നദ്ധത, അത് ദൈവത്തിന്റെ ബലത്തിലുള്ള ആശ്രയ മനോഭാവം തന്നെയാണ്. ബലവാനായ ദൈവത്തിന്റെ പക്കലേക്ക് തിരിയുവാനുള്ള എൻ്റെ ഈ ഒരു നിലപാട് ഈ ദിവസം എനിക്ക് അനുഗ്രഹത്തിൻ്റെതാക്കി മാറ്റും, ശക്തിയുള്ളതാക്കി മാറ്റും ഈ ദിനം. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെതായി തീരട്ടെ. ഈ ഒരു ദിനം പോലെ എല്ലാ ദിവസവും അനുദപിക്കുന്ന മനോഭാവത്തോടെ എന്നിലെ പോരായ്മകളെയും കുറവുകളെയും കുറിച്ച് ചിന്തിച്ച് അതിൽ നിരാശപ്പെടാതെ, അതിനെ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ നിറമാക്കുന്ന നല്ല ദൈവത്തിൻ്റെ ബലമുള്ള കരം എൻ്റെ നേരെ എപ്പോഴും നീട്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു നിലപാടോടെ ജീവിക്കുവാൻ എനിക്ക് സാധിക്കണം. അവിടെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിന് കരുത്തുണ്ടാവുക. ഈ ഒരു നിലപാട് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറക്കരുത്, ഞാൻ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. ഞാൻ എൻ്റെ പാപം ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. ഓർക്കുക, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. ആമേൻ.